5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. വെഞ്ഞാറമൂട് കൂട്ടക്കൊല കഴിഞ്ഞിട്ട് ദിവസങ്ങളാവുന്നു. പക്ഷെ ഇപ്പോഴും ആ ദുരൂഹത മാറുന്നില്ല. അഫാൻ എന്ന് പറയുന്ന 23 വയസ്സുകാരൻ മദ്യപിച്ചിരുന്നു. പക്ഷെ രാവിലെ മദ്യപിച്ചിട്ടില്ല. അതിനുശേഷം രണ്ടാമത് പോയി ഒരു കൊലപാതകം, 1-2 കൊലപാതകം ചെയ്തതിനു ശേഷം പോയി മദ്യപിച്ചു. പക്ഷെ മദ്യപാനം കൊണ്ട് ഒരു കുട്ടി മദ്യപാനം കൊണ്ട് ഇത്രയും ഭയങ്കരമായ കൊലപാതകങ്ങൾ ചെയ്യുമോ? മയക്കുമരുന്ന് കഴിച്ചിട്ടില്ല എന്നാണ് ശക്തമായി പറയുന്നത്. അതിൽ ദുരൂഹതയുണ്ടോ? വളരെ ഗൗരവമായിട്ട് ആലോചിക്കണം. മറ്റേതെങ്കിലും ശക്തികൾ ഉണ്ടോ അഫാന്റെ പിന്നിൽ? അതും വളരെ ഗൗരവമായ വിഷയമാണ്. അപ്പൊ 10,000 രൂപ ദിവസവും പിന്നെ ഇത് ലോൺ കൊടുക്കണം, അല്ലെങ്കിൽ വട്ടിപ്പലിശയ്ക്ക് എടുത്ത സ്ഥലത്ത് നിന്ന് 10,000 രൂപ പലിശ തന്നെ കൊടുക്കേണ്ടി വരുന്നു. അല്ലാതെ പണം ഇല്ല. അങ്ങനെ പണത്തിന്റെ കുറവ് കൊണ്ടാണ് ഈ കൊലപാതകം നടത്തുന്ന അഫാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. പക്ഷെ അതിൽ വലിയൊരു ദുരൂഹതയുണ്ട്. മയക്കുമരുന്ന് പോലുള്ള വസ്തുക്കൾ ഉപയോഗിക്കാതെ, മദ്യം സ്ഥിരമായി ഉപയോഗിക്കാതെ ഇത്തരത്തിലൊരു മാനസികാവസ്ഥ എത്തുമോ ഒരു ചെറുപ്പക്കാരന്? പ്രത്യേകിച്ച് ഉമ്മയും കാമുകിയൊക്കെ ഉണ്ടല്ലോ, കല്യാണമൊക്കെ കഴിച്ച് സുഖമായി ജീവിക്കുക, നിക്കാഹ് കഴിച്ച് ജീവിക്കുക എന്നുള്ളതാണല്ലോ കാഴ്ചപ്പാട്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എങ്ങനെയാണ് ഈ യുവാവിന് ഇതൊക്കെ ചെയ്യാൻ പറ്റിയത്? പക്ഷെ എന്നിട്ട് അദ്ദേഹം ഇപ്പോഴും അത് നിഷേധിക്കുകയാണ്. അതുപോലെ വളരെ പ്രധാനമാണ്, ദുരൂഹതയാണ് അമ്മയുടെ മൊഴി. അമ്മ ഇപ്പോഴും പറയുന്ന കട്ടിലിൽ നിന്ന് വീണു, മകൻ എവിടെ, മക്കൾ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അമ്മയും മനസ്സ് തുറക്കുന്നില്ല. അപ്പൊ ജീവിച്ചിരിക്കുന്നതിൽ 2 പേരെന്ന് പറയുന്ന, ഒന്ന് പ്രതിയായി നിൽക്കുന്ന അഫാനും അത് പ്രതിയുടെ ഈ പിന്നെ കുഴപ്പങ്ങൾക്ക് ഇരയായിട്ടുള്ള സ്വന്തം മാതാവും അല്ലെങ്കിൽ ഉമ്മയുമാണ്. അപ്പൊ ഇവർ 2 പേരും കൃത്യമായി മനസ്സ് തുറക്കായിരുന്നാൽ എങ്ങനെയാണ് കേസിന്റെ മുന്നോട്ടുള്ള വഴി പോകുക? അവ വളരെ കൃത്യമായി അമ്മ അല്ലെങ്കിൽ ഉമ്മ മനസ്സ് തുറക്കണം. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? എന്തായിരുന്നു ഈ ജീവിതത്തിലെ പ്രശ്നങ്ങൾ? മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ഇദ്ദേഹത്തിന്റെ ബാപ്പ ഗൾഫിൽ നിന്ന് വന്നല്ലോ. അദ്ദേഹം നല്ല ബിസിനസ് ചെയ്ത മനുഷ്യനാണ്, നല്ല മനുഷ്യനായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? കോവിഡ് കാലത്ത് ബുദ്ധിമുട്ട് വന്നു, ബിസിനസ്സുകൾ തകർന്നു. അദ്ദേഹത്തിന് അവിടുത്തെ ചില ശിക്ഷകൾ അനുഭവിക്കേണ്ടി വന്നു. അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ട് വന്നു. ആ ഭയങ്കരമായ ബുദ്ധിമുട്ട് വന്ന സമയത്താണ് ചിലവർ പക്ഷേ വീടിന്റെ ലോൺ ഒന്നൊക്കെ അടയ്ക്കാൻ പറ്റാത്ത സാഹചര്യം വന്നത്. വലിയ വീട് വെച്ചത് കുറ്റം പറയാൻ പറ്റും. ഗൾഫിൽ പോയി നല്ല ജോലി കിട്ടുന്ന ഒരാൾ തീർച്ചയായിട്ടും കുറെ വർഷം ജോലി ഉണ്ടാവും എന്ന് വിചാരിച്ച് നല്ല വീട് വെക്കും, നല്ല വീട് എടുക്കും, നല്ല വസ്തു വാങ്ങും, മക്കളെ നന്നായിട്ട് നല്ല സ്കൂളുകളിൽ പഠിപ്പിക്കാൻ ശ്രമിക്കും, എല്ലാം ശ്രമിക്കും, എല്ലാവിധ സ്വപ്നങ്ങളും നെയ്ത് കൂട്ടും. ഗൾഫുകാർ പ്രവാസിയല്ലേ. അപ്പൊ നമ്മൾ സാധാരണ മനുഷ്യർ പോലും സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടുമ്പോൾ പ്രവാസിക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വരുമാനത്തിനനുസരിച്ച് എല്ലാ കാലവും ഇത് കിട്ടുമെന്ന് വിചാരിച്ച് ചെയ്തു. പക്ഷെ കോവിഡ് വന്നു. അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും ഒക്കെ കഷ്ടകാലമായിരിക്കും. കോവിഡ് വന്നു, പ്രതിസന്ധികൾ വന്നു, പ്രശ്നങ്ങളായി, അദ്ദേഹത്തിന് തൊഴിൽ നഷ്ടപ്പെടുന്നു. പിന്നെ അദ്ദേഹത്തിന് അവിടുത്തെ ചില നിയമപരമായ പ്രശ്നങ്ങൾ, കുറച്ചു ദിവസം ഒളിവിലിരിക്കേണ്ടി വരും. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് കുടുംബം പോയത്. അപ്പൊ അപ്പോഴും എന്തിനാണ് നിങ്ങൾ വലിയ വീട് വെച്ചത്? നിങ്ങൾ അങ്ങനെയൊന്നും പറയാൻ നമുക്ക് പറ്റത്തില്ല. കാരണം ഈ കാലഘട്ടത്തിന്റെ സമൂഹത്തിന്റെ ഒരു സൃഷ്ടിയും കൂടെ ആണത്. ഈ കാലഘട്ടത്തിൽ നമ്മൾ കഴിയുന്നതിനേക്കാൾ കൂടുതൽ പണത്തിലേക്ക് മനുഷ്യൻ ജീവിക്കുന്ന, വരുമാനത്തെക്കാൾ കൂടുതൽ അധികം ചെലവ് വെച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് പക്ഷെ നിയന്ത്രിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും അവനവന്റെ വരുമാനത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ ജീവിക്കുന്നതിനെ കുറിച്ച് എല്ലാവരും ചിന്തിക്കേണ്ടതാണ്. പക്ഷെ അങ്ങനെ വരുമ്പോഴും ഈ അതിമോഹവും ഒക്കെ സംഭവിക്കും. എന്തായാലും നമുക്ക് ഇതിന്റെ ദുരൂഹത ഇങ്ങനെ ഓരോ ദിവസം കഴിയും തോറും കൂടിക്കൊണ്ടിരിക്കുന്നതല്ലാതെ അത് കുറയുന്നില്ല. 2 പേരുടെ മൊഴിയും വളരെ പ്രധാനമാണ്. ഈ ഇതിൽ പ്രതിയായിട്ടുള്ള അഫാൻ പറയുന്നത് ഒരു കാരണവശാലും അദ്ദേഹം മനസ്സ് തുറക്കുന്നില്ല. അദ്ദേഹം എന്തിനാണ് ഇത് ചെയ്തത് എന്ന്. അത് വെറുതെ ഇങ്ങനെ സാമ്പത്തിക പ്രതിസന്ധി, അദ്ദേഹം സാമ്പത്തിക പ്രതിസന്ധി അയാൾ പറയുമ്പോൾ വാപ്പ പറയുന്നു സാമ്പത്തിക പ്രതിസന്ധി ഒന്നുമില്ല, അങ്ങനെ വാപ്പ അറിയുന്ന നിലയിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഒന്നും ഇല്ല. അപ്പൊ അതിനിടയിൽ മനസ്സ് തുറക്കേണ്ടതാണ് ഉമ്മയാണ്. അപ്പൊ ഉമ്മ മനസ്സ് തുറക്കുമ്പോൾ മകനെ ശിക്ഷിക്കപ്പെടുമോ, അല്ലെങ്കിൽ മറ്റേ മകൻ മരിച്ചതുപോലും അവർ അറിയിച്ചിട്ടില്ലെന്നാ പറയുന്നത്. IC യൂണിറ്റിൽ നിന്ന് മാറിയിട്ടുണ്ടെന്ന് അറിയില്ല. എന്തായാലും അവർ വളരെ തീവ്രപരിചരണ വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്, നല്ല ട്രീറ്റ്മെന്റിൽ നിൽക്കുകയാണ്. അപ്പൊ അവർ സമ്പൂർണ്ണമായി അവർ ബോധ നിലവാരത്തിലേക്കോ സമ്പൂർണ്ണമായി അവർ തിരിച്ചു വന്നിട്ടില്ല ജീവിതത്തിൽ. അത് കഴിഞ്ഞ് പറയുമായിരിക്കും. പക്ഷെ എന്തായാലും അവർ മനസ്സ് തുറക്കുന്നില്ല. അവർ മനസ്സ് തുറക്കാതിരുന്നാൽ തീർച്ചയായിട്ടും എങ്ങനെയാണ് ഈ കേസിന്റെ നാൾവഴികൾ ശരിയാവുക? അതുപോലെ തന്നെ ഈ പയ്യൻ, ഈ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥിയും അല്ലെങ്കിൽ ഈ കുട്ടിയും അതിനൊരു ഉത്തരം പറയുന്നില്ല. അപ്പൊ ആരും ഉത്തരം പറയാതിരുന്നാൽ ഇത് എങ്ങനെയാണ് ശരിയാവുക? അപ്പൊ തീർച്ചയായിട്ടും ഇതിന്റെ ദുരൂഹത അഴിയേണ്ടതുണ്ട്. എന്തിനീ ദുരൂഹത അഴിയണം? നമ്മെപ്പോലുള്ള ആളുകൾ എന്തിനാണത് മനസ്സിലാക്കാതിരിക്കുന്നത്? ഈ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവങ്ങളും, സമൂഹത്തിലുണ്ടെന്ന ഓരോ സംഭവങ്ങളെയും വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടായി അല്ലെങ്കിൽ നഷ്ടങ്ങൾ ഉണ്ടായി എന്നതുപോലെ തന്നെ ആ നാടിനും വലിയ നഷ്ടമുണ്ട്. നാടിന്റെ മൂല്യങ്ങളെ നഷ്ടപ്പെടുന്നതിൽ ആശങ്കയുണ്ട്. എങ്ങനെയാണ് ഈ കേസ് സംഭവിച്ചു എന്ന് മറ്റുള്ളവർ അറിയുന്നത് ഒരു പരിധിവരെ അക്കാഡമിക്കലായി നല്ലതാണ്. കാരണം അത്തരം കാര്യങ്ങളിലേക്ക് കുട്ടികളും മുതിർന്നവരും പോകാതിരിക്കുന്നതിന് ഇതെല്ലാം എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. അപ്പൊ ആ നിലയിൽ എല്ലാവർക്കും ഇതൊക്കെ മനസ്സിലാക്കുവാനുള്ള സാഹചര്യം ഉണ്ടാവണം. ഈ കേസിന്റെ നാൾവഴി എന്താണെന്ന് അറിയണം, എന്ത് മോട്ടിവേഷനിലാണ് ഇദ്ദേഹം ഇത് ചെയ്തതെന്നറിയണം, എന്താണ് ആ വീട്ടിലെ പ്രതിസന്ധി എന്ന് ഉമ്മ പറയേണ്ടതുണ്ട്. എന്ത് സാഹചര്യത്തിലാണ് ഇവർ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്ന് പറയുന്നു, അത് ശരിയാണോ? 2-3 ദിവസം മുമ്പ് ഈ കൊലപാതകവും ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നതിന് 2-3 ദിവസം മുമ്പ് കൂട്ടം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്ന് പറയും.
അത് എത്ര കണ്ട് ശരിയുണ്ട്? അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഒരു കൊലപാതകം നമ്മുടെ സമൂഹത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അതുപോലെ തന്നെ സാമ്പത്തികമായ അമിതമായ സാമ്പത്തിക മോഹത്തിന്റെയും ഒക്കെ ഫലമായിട്ടാണ് ഇതെല്ലാം സംഭവം. ഇതെല്ലാം ഒരുതരം മോഹമാണ് ഇതിന്റെ ഒക്കെ പിന്നിൽ കിടക്കുന്നത്. ഇപ്പൊ മദ്യം കഴിക്കുന്നതായാലും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായാലും അധികമായ സമ്പത്ത് ഉണ്ടാക്കുന്നതായാലും സമ്പത്തിനേക്കാൾ വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവ് വരുന്നതായാലും പിന്നെ കടക്കാരാവുന്നതും ഒക്കെ ഒരു അതിമോഹത്തിന്റെ പുതിയ ലോകത്ത് ജീവിക്കുമ്പോഴാണ്. ഇപ്പൊ ആഗോളവൽക്കരണത്തിന്റെ പുതിയ ലോകത്ത് അതിമോഹമൊക്കെ പ്രശ്നമാണെന്ന് എങ്ങനെ പറയുക? എല്ലാവരും അതിമോഹത്തിലേക്ക് പോവുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ആ കുടുംബത്തിൽ ഇതിന്റെ ദുരൂഹത, ഈ കേസിന്റെ ദുരൂഹത നമുക്ക് അറിയേണ്ടതുണ്ട്, അത് അഴിയേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ അർഫാൻ മനസ്സ് തുറക്കേണ്ടതുണ്ട്. അതുപോലെ മനസ്സ് തുറന്ന് പോലീസിനോടും പൊതുസമൂഹത്തോടും ഈ കാര്യങ്ങൾ പറയേണ്ടത്, മൊഴി കൊടുക്കേണ്ടതും സമൂഹത്തോട് പറയേണ്ടതും ആ ഉമ്മയുടെ ബാധ്യതയാണ്. അങ്ങനെ പറയാതിരിക്കുന്നിടത്തോളം കാലം ഇത് എപ്പോഴും ദുരൂഹമായി തന്നെ നിൽക്കും. അത് കൂടുതൽ ആളുകൾക്ക് കൂടുതൽ തെറ്റ് ചെയ്യാനുള്ള പ്രേരണയായി തന്നെ മാറും. അതുകൊണ്ട് തീർച്ചയായും ഈ കുഴപ്പങ്ങളെ കുറിച്ചുള്ള സംഭവിച്ചു പോയ കുഴപ്പങ്ങളെ, അയാൾ ഇപ്പൊ ജീവിച്ചു വരിക, രണ്ട് ഉമ്മയും ജീവിച്ചു വരാനാണ് സാധ്യത, ആ മകനും ജീവിക്കാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ അവർ ജീവിതത്തിൽ തിരിച്ചു വരട്ടെ, ശിക്ഷയും മറ്റു കാര്യങ്ങളൊക്കെ കോടതിയും നിയമവും നോക്കട്ടെ, അതല്ല അതിന്റെ വഴിക്ക് പൊക്കോട്ടെ. പക്ഷേ നമുക്ക് തീർച്ചയായിട്ടും ഇതിന്റെ നാൾ വഴികൾ അറിയുകയും എവിടെയാണ് ഇത് പിഴച്ചതെന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ബാക്കിയുള്ള ആളുകൾക്കെങ്കിലും അതിനനുസരിച്ചുള്ള വിദ്യാഭ്യാസവും ബോധവൽക്കരണവും മറ്റ് സംവിധാനങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഈ ലോൺ എടുത്തിരിക്കുന്ന സ്ഥലത്ത് നിന്ന് വല്ലാത്ത വീട് വയ്ക്കുന്നതിന് പോലുള്ള കാര്യങ്ങൾക്ക് ലോൺ എടുത്തിരിക്കുന്നതിൽ വല്ലാത്ത രീതിയിൽ പീഡിപ്പിക്കുന്ന ചില കാഴ്ചപ്പാടുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുമൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യും സമൂഹം എന്നുള്ളതിനനുസരിച്ചാണ് ഭാവിയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കുന്നത്. അപ്പൊ അതിനുള്ള ചില നടപടികൾ ഉണ്ടാകണം. ഈ നമ്മുടെ അഫാൻ മനസ്സ് തുറക്കണം, ഉമ്മ മനസ്സ് തുറക്കണം, കൃത്യമായി മൊഴി കൊടുക്കണം. അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ തന്നെയാണ് ഇതിന്റെ ദുരൂഹത നമുക്ക് അഴിക്കുവാൻ കഴിയുന്നത്.